പല കാര്യത്തിലും നിലപാട് പറയുമ്പോൾ അതൊക്കെ പലതരത്തിൽ ആൾക്കാരെ വേദനിപ്പിക്കുകയോ ഇല്ലെങ്കിൽ സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഹേമ കമ്മിറ്റി ഗൗരവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യുന്ന സ്പേസിലാണുള്ളത്. പലതരത്തിലും ഇതിന്റെ ഗൗരവം നഷ്ടപ്പെടുന്നുണ്ട്. പാർവതി തിരുവോത്ത് പറഞ്ഞത് ഇതിൽ ആൾക്കാരുടെ പേരോ മുഖമോ ഒന്നും നിങ്ങൾ തരേണ്ട, ഈ സബ്ജക്ട് എന്താണെന്ന് പഠിച്ചിട്ട് ഇത്തരം ഒരു പ്രശ്നമുണ്ട്, ഇതിനെ അഡ്രസ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഇതിനെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അഖിലിന്റെ അഭിപ്രായങ്ങൾ. അല്ല, ഈ പാർവതി പറഞ്ഞൊരു ആ ഒരു പോയിന്റ് വെച്ചാൽ അത് ഞാൻ ശരിവെക്കാം. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ശബ്ദം ഉയർത്തിയെങ്കിൽ മാത്രമേ ഒരാൾ കേൾക്കൂ, അല്ലെ? നമ്മൾ കരഞ്ഞെങ്കിലേ ഒരാൾ കേൾക്കൂ. എന്തിനാ കരയുന്നൊരു ചോദ്യം വരത്തുള്ളൂ. ഇത് മുൻപ് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം ഞാൻ റൈസ് ചെയ്ത സമയത്തും അന്ന് പലരും ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത്, എനിക്കറിയാവുന്ന ഒരു വിഷയം ഞാൻ റൈസ് ചെയ്യാണ് ചെയ്തത്. അവിടെ ഞാനൊരു ജുഡീഷ്യൽ അതോറിറ്റി ഒന്നുമല്ല. എനിക്ക് നിയമപരമായിട്ടുള്ള എൻ്റെ അടുത്ത് വന്ന ഒരാൾ പരാതി പറഞ്ഞാൽ പരാതി പറയുന്ന ആളെ പിടിച്ച് അകത്തിടാനുള്ള ഒരു സാധ്യതകൾ എനിക്കില്ല. അപ്പൊ എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എൻ്റെ ഒരു മീഡിയത്തിലൂടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പുറത്തേക്ക് അഡ്രസ്സ് ചെയ്യാനും അതിലൂടെ ഒരുപാട് കുട്ടികൾക്ക് ധൈര്യം കൊടുക്കാനും പറ്റും. ഞാൻ ആ കൊടുത്ത ധൈര്യത്തിന്റെ പുറത്ത് 3 പെൺകുട്ടികൾ അന്ന് ആ സമയത്ത് അവർക്കുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പബ്ലിക്കായിട്ട് പറഞ്ഞു. പക്ഷെ അന്ന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ ബിഗ് ബോസിൽ അതിന് മുമ്പുണ്ടായിരുന്നുള്ള മറ്റുള്ളവരെല്ലാവരും കൂടെ ചേർന്നിട്ട് എൻ്റെ നെഞ്ചത്ത് കയറി. കാരണം ഞാൻ പേര് പറഞ്ഞില്ല. പേര് പറഞ്ഞു, ഇത് ഇങ്ങനെ പേര് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇവരെല്ലാവരും എനിക്കെതിരെ തിരിച്ചപ്പം ഇവർ അപമാനിക്കപ്പെട്ടു എന്നാണ് അവർ പറഞ്ഞത്. എൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് ഇന്നലകളിൽ ബിഗ് ബോസിൽ പോയിട്ടുള്ള പല പെൺകുട്ടികളും അവർക്ക് വേദനയുണ്ടായി, വിഷമമുണ്ടായി. എന്നിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞ് 2ാമത്തെ വീഡിയോയിലും പിന്നീട് കൊടുത്ത ഇന്റർവ്യൂസിലും വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും എനിക്കെതിരെ അതിശക്തമായ രീതിയിൽ പലയിടത്തും ഇന്റർവ്യൂസും കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇവരൊക്കെ ഇപ്പോൾ എവിടെ പോയി എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അതായത് ശബ്ദം വോയിസ് റൈസ് ചെയ്യാം, ആരുടെ മുമ്പിൽ റൈസ് ചെയ്യാം. ഒരു ജുഡീഷ്യൽ അതോറിറ്റിയുടേതാണ് ഇവർ റൈസ് ചെയ്തത്. ആ ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ടിൽ ആരുടെയും പേരില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് മലയാള സിനിമയിലുള്ള എല്ലാ നടന്മാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി, എല്ലാ നടിമാരെയും ആക്ഷേപിക്കുന്നതിന് തുല്യമായി, നടിമാരെ മാത്രമല്ല നടിമാരുടെ അമ്മമാരെ ഉൾപ്പെടെ ആക്ഷേപിക്കുന്നതിന് തുല്യമായിട്ട് റിപ്പോർട്ട് മാറി. അപ്പോൾ ഈ റിപ്പോർട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. കാര്യം എന്തുകൊണ്ട്, ഇത് നമ്മൾ ഇന്നലകളിൽ നമ്മുടെയൊക്കെ ചായക്കട ചർച്ചകളിലൊക്കെ ഇരുന്നിട്ട് സിനിമ അങ്ങനെയാണ്, സിനിമയിൽ പോകുന്നവർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് പറയുന്നത് കണക്കൊരു റിപ്പോർട്ടാണോ ഒരു ഗവൺമെൻറ്? അതായത് ഒരു വലിയൊരു ഇൻഡസ്ട്രി, മലയാള സിനിമ എന്ന് പറയുന്ന ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനമുള്ള ഒരുപാട് മനുഷ്യരും നിലനിൽക്കുന്ന കേരളത്തിന് അഭിമാനകരമായ താരങ്ങളുള്ള ഒരു ഇൻഡസ്ട്രിയിൽ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് വരുമ്പോൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം. പക്ഷേ എന്ത് പരിഹരിക്കണം, എവിടെ പരിഹരിക്കണം, ഏത് കാലഘട്ടത്തിൽ പരിഹരിക്കണം? ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാർ ഇപ്പോൾ 90 കാലഘട്ടത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ പരാതി കൊടുത്തേക്കുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ ഒരു 70 വയസ്സുള്ളൊരു സ്ത്രീയാണെന്ന് വെച്ചോളൂ. അവർ സിനിമയിൽ വന്ന കാലത്തെ പരാതിയാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞു ആ പ്രശ്നം. ഇപ്പൊ ഇന്ന് കഴിഞ്ഞ 2017 റിപ്പോർട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ 6-7 വർഷത്തിനിടയിൽ മലയാള സിനിമ മാറിയതോ മലയാള സിനിമയിൽ പുതിയ കുട്ടികൾ എങ്ങനെ സർവൈവ് ചെയ്യുന്നതോ എന്നതിനെ കുറിച്ച് ആർക്കും അറിയാതിരിക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നമാണോ ഇത് ഇല്ലയോ എന്നൊക്കെ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന കാലഘട്ടം നമുക്കറിയണം. ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ ഹേമ കമ്മിറ്റിക്ക് ഇതൊക്കെ അറിയാം. ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ടിൽ അഖിൽ അത് അതിനകത്ത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതായത് ഹേമ കമ്മിറ്റി ഇതെല്ലാം സമ്പൂർണ്ണമായിട്ടാണ് വിവരം കൊടുത്തിട്ടുള്ളത്. ഈ വിവരങ്ങളിൽ ആരുടെയൊക്കെ പേരാണുള്ളതെന്നുള്ളത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഹേമ കമ്മിറ്റി പൂർണ്ണമായിട്ടും അതിന്റെ നിങ്ങൾ ഈ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് ഓതന്റിക് ആയിട്ട് പറഞ്ഞു. അത് WCC അന്ന് പറഞ്ഞിരുന്നപ്പോൾ ട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ ട്രോള് ഇപ്പോൾ ആവശ്യമില്ല. കാരണം ആധികാരികമായത് പറയുന്ന രീതിയിൽ ഹേമ കമ്മിറ്റി പോലൊരു കമ്മിറ്റി വന്ന് പറഞ്ഞു. അപ്പോൾ ആ കമ്മിറ്റി വന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം. അതിലെ ഫൈൻഡിങ്സും സാധനങ്ങളും തെളിവുകളും ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കിട്ടിയിട്ടുള്ളത് ഇതെന്താണ് സിനിമാ മേഖലയിൽ സംഭവിക്കുന്നതെന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് നമ്മുടെ കയ്യിലുള്ളത്. ആ റിപ്പോർട്ടിനെ കുറിച്ച് നമ്മൾ മെറിറ്റിൽ സംസാരിക്കുമ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നു, അല്ലെങ്കിൽ WCC പറഞ്ഞ ആരോപണങ്ങളോ ഇല്ലെങ്കിൽ അതിൽ പരാതി കൊടുത്ത കാര്യങ്ങളോ ഒക്കെ ഇവിടെ നടന്നു, അത് വിസിബിൾ ആണ് എന്നുള്ളതാണ് ഹേമ കമ്മിറ്റി പറയുന്നത്. പക്ഷെ ആരും നിയമപരമായി മുന്നോട്ട് പോയില്ല. അപ്പൊ നമ്മൾ ആ ഗൗരവത്തിലല്ലേ അതിനെ കാണേണ്ടത്? അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമുക്ക് ഇന്നലകളിൽ നടന്നിട്ടുണ്ടോ ഇന്ന് നടക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ നടന്ന പരാതിയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ഇതിപ്പം എനിക്ക് തോന്നുന്നു 1000-ത്തിലധികം 10,000-ഓളം ആൾക്കാർ സിനിമയിൽ പല രീതിയിൽ പല ടെക്നീഷ്യന്മാർ, ജൂനിയർ ആർട്ടിസ്റ്റ് പലരും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 1000 പെൺകുട്ടികളെ തന്നെ നമ്മളൊരു റാൻഡം എണ്ണം എടുത്താൽ ഇന്ന് വർക്ക് ചെയ്യുന്ന 1000 പേരിൽ ആരെങ്കിലും ഒരാൾ ഇതിൽ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റൂ. ഈ പ്രശ്നങ്ങളുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ പ്രശ്നങ്ങൾ നിയമപരമായിട്ടൊരു കമ്മിറ്റിയുടെ മുമ്പിൽ പറഞ്ഞു പ്രശ്നങ്ങളുണ്ട് എന്ന് മാത്രമേ കമ്മിറ്റി പറഞ്ഞത്. ഇതിനെതിരെ ഒരു നിയമ നടപടി എടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ ഇത് തടയപ്പെടേണ്ടതാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ഒന്നും പറഞ്ഞിട്ടില്ല.
കമ്മിറ്റിയുടെ ഭാഗത്ത് അല്ല, അതെങ്കിൽ സർക്കാരാണ് സർക്കാർ പൂഴ്ത്തി വെച്ചില്ലേ. അല്ല സർക്കാർ പൂർത്തിവെച്ചാലും ഹൈക്കോടതി ഇടപെട്ടിട്ടുണ്ട്, അത് വരും. അതെ, പക്ഷെ ഇപ്പൊ 15 പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് ഇതിനൊക്കെ നിയന്ത്രിക്കുന്നു എന്നൊരു കമ്മിറ്റി ഒന്ന് പറയുകയാണ്. അപ്പൊ ആ കമ്മിറ്റി അങ്ങനെ വെറുതെ പറയില്ല. ജസ്റ്റിസ് ഹേമയെ കുറിച്ചുള്ള നമ്മുടെ ഒരു പൊതുബോധമുണ്ട്, അതിനകത്ത് ആരും ഹേമ കമ്മിറ്റിയെ മോശം പറഞ്ഞിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് അംഗീകാരമുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആര് എന്ത് നടപടിയാണ് എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത് അടുത്ത സ്റ്റെപ്പാണ്. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കാൻ ശ്രമിക്കുന്നത്, WCC ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന ട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് ട്രോൾ ചെയ്യേണ്ടതല്ല, ഗൗരവത്തിൽ പരിഗണിക്കേണ്ടതെന്ന് വന്നിട്ടില്ലേ? അല്ല, അത് 100% ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇതെന്ന് പറയുന്നത് നമ്മൾ പറയില്ല, നമ്മളൊരു നമുക്ക് നമ്മുടെ മുമ്പിൽ എന്താ വേണ്ടത്? പ്രശ്നങ്ങളുണ്ട്, പരിഹരിക്കണം. പരിഹരിക്കപ്പെടേണ്ടതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഇന്നലകളിൽ നടന്ന പ്രശ്നങ്ങളാണോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടത്. ഇപ്പം ഞാനൊരു ഫിലിം ഡയറക്ടറാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അഭിനയിക്കാൻ അവസരം ലഭിച്ചാൽ ഞാൻ പോയി വർക്ക് ചെയ്യുന്ന ഒരു സിനിമ വരും. അവിടെ നമുക്ക് പരിഹരിക്കണമെങ്കിൽ അതിപ്പോൾ ഉണ്ടോ ഇല്ലാത്തൊരു പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതൊന്ന്. പിന്നെ 2, ഈ പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും പവർ ഗ്രൂപ്പ്? പവർ ഉള്ളവരായിരിക്കും പവർ ഗ്രൂപ്പ്. അങ്ങനെ നോക്കിയാൽ മലയാള സിനിമയിൽ ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ് ആരൊക്കെ ആയിരിക്കും? ഒരു പക്ഷേ നസ്ലിനും ബേസിലും തൊട്ട് തുടങ്ങുന്ന ഒരു പുതുതലമുറയുടെ അംഗങ്ങളായിരിക്കും ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പ്. കാരണം അവരുടെ കയ്യിലാണ് പവർ, അവരിലൂടെയാണ് സാറ്റലൈറ്റ് കച്ചവടം നടക്കുന്നത്, അവർക്കാണ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ കഴിയുന്നത്. പവർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണല്ലോ. അതായത് എൻ്റെ സിനിമ എനിക്ക് കച്ചവടം നടക്കുന്ന സമയത്ത് മാത്രമേ എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റൂ. ഇപ്പം ഞാനൊരു സംവിധാനം എൻ്റെ അടുത്ത് കഥ പറയാൻ വരുമ്പം എനിക്ക് താല്പര്യമില്ല, നിങ്ങളുടെ കഥ ഞാൻ കേൾക്കുന്നില്ല എന്ന് പറയണമെങ്കിൽ എനിക്ക് പവർ വേണം. ഈ പഴയ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആൾക്കാർ ഇന്നുള്ള പവർ ഗ്രൂപ്പ് ആണോ? ഇത് ഞാൻ പറഞ്ഞില്ല, ഈ നമ്മുടെ മുന്നിൽ എത്തിയത് 2024 ഈ റിപ്പോർട്ട് എത്തുന്നത്. 2024 നമ്മുടെ മുന്നിൽ റിപ്പോർട്ട് എത്തുമ്പോൾ 2024 ഈ പഴയ പവർ ഗ്രൂപ്പുകളുണ്ട്, ഉണ്ടായിരുന്നു. ഇത് നമുക്ക് അമ്മൂമ്മ കഥകൾ, മുത്തശ്ശി കഥകൾ പറഞ്ഞാൽ പണ്ടിങ്ങനെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറഞ്ഞു കളയാം. അത് മാറി. അവരാർക്ക് പവറുണ്ട്? ഇപ്പൊ ആരോപണം ഉന്നയിക്കപ്പെട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയ ചില പേരുകൾ, മാമുക്കോയ അദ്ദേഹത്തിന്റെ പേര് വരെ ഒരാൾ പറയുന്നത് കേട്ടു. മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ഇത് പറഞ്ഞതുകൊണ്ട് എന്ത് പരിഹാരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? അദ്ദേഹത്തിന്റെ കുടുംബത്തെ ആക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ അതേ ഉള്ളൂ. ഇപ്പം രഞ്ജിത്ത് സാറിനെതിരെ ആരോപണം വന്നു, മാമുക്കോയ എന്ന് പറയുന്ന മരിച്ചുപോയ മനുഷ്യനെതിരെ ആരോപണം വന്നു. രഞ്ജിത്ത് സാർ ഇപ്പോൾ അടുത്തിടെയായിട്ട് ഒരു സിനിമയും ചെയ്യുന്നില്ല. നമ്മൾ പറയുകയാണ് നിങ്ങളുടെ സിനിമയിൽ അല്ലെങ്കിൽ ഇങ്ങനെ ആകരുത് എന്ന് പറയണമെങ്കിൽ ഇന്ന് പവറായിട്ട് നിൽക്കുന്ന ആൾക്കാരായിരിക്കണം. അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ WCC വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലകളിൽ അവർക്കുണ്ടായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ അവർ വിളിച്ചു പറഞ്ഞ് അവർ പരാതി കൊടുത്തു. 55-56 പേരടങ്ങുന്ന ഈ ഗ്രൂപ്പ് അംഗങ്ങൾ മാത്രം കൊടുത്തേക്കുന്ന പരാതിയാണോ സിനിമയിലെ മറ്റുള്ളവർ കൊടുത്തിട്ടുണ്ടോ? സിനിമയിൽ നിന്ന് സ്വാഭാവികമായ പുറത്താകലിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഇവർ സിനിമയിൽ സ്വാഭാവികമായും അവസരങ്ങൾ കുറഞ്ഞു എന്ന് കണ്ട ഘട്ടത്തിൽ ഇവർക്കെതിരെ പഴയ വിരോധം തീർക്കാൻ വേണ്ടി ഒരു കാലഘട്ടത്തിൽ അവസരങ്ങളുള്ള കാലഘട്ടത്തിൽ പരമാവധി ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുകയും പിന്നീട് അവസരങ്ങൾ നിഷേധിച്ച സമയത്ത് ഇവർക്കെതിരെ പറഞ്ഞ ആണോ ഇല്ലയോ എന്ന് ഞാൻ പറഞ്ഞത്. ഈ പ്രശ്നങ്ങളെന്ന് പറയുന്നത് സിനിമയിൽ വർക്ക് ചെയ്യുന്ന 90% വരുന്ന പെൺകുട്ടികൾക്കുള്ള പ്രശ്നങ്ങളാണോ അതോ ഇവരുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്ക് മാത്രമുള്ള പ്രശ്നങ്ങളാണോ നമുക്കറിയണം. ഇപ്പം പാർവതി തന്നെ പറഞ്ഞ വിഷയം, പാർവതി 2016-17 ഇപ്പം പാർവതി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, ദിലീപ് ഏട്ടന്റെ പ്രശ്നം വന്നതിന് ശേഷമാണ് അവസരങ്ങൾ കുറഞ്ഞതെന്ന് പറയുന്നു. ചുമ്മാതെ രജനീഷ് ഒന്ന് ബാക്കിലോട്ട് ഇവർ വർക്ക് ചെയ്ത പടങ്ങളുടെ എണ്ണം എടുത്തു. 2016 ഇവർ എത്ര പടം വർക്ക് ചെയ്തു, 2015 ഇവർ എത്ര പടം വർക്ക് ചെയ്തു? എനിക്കൊന്ന് 12-ലും 13-ലൊന്നും സിനിമയില്ല. അപ്പൊ എണ്ണം ഇതിനു മുൻപും കുറവ് തന്നെയാണ്. 17-ന് ശേഷം വർക്ക് ചെയ്ത പടങ്ങൾ എടുത്തു നോക്കൂ. ഇനി പാർവതി എന്ന് പറയുന്ന നായികയെ മാറ്റി വയ്ക്കൂ. നടന്മാരെ നമുക്ക് എടുക്കാം. മലയാള സിനിമയിൽ എത്ര നടന്മാർ കഴിഞ്ഞ 10 വർഷത്തിലേക്ക് നായകന്മാർ വന്നിട്ടുണ്ടെന്ന് ഒരെണ്ണം എടുത്തു നോക്കണം. ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർ എണ്ണം എടുത്തു നോക്കണം. ഈ ക്യാരക്ടർ റോൾ ചെയ്യുന്ന ആൾക്കാർക്ക് സിനിമയില്ല. ഇപ്പോഴും എന്നോട് സാമ്പത്തിക സഹായം ചോദിക്കുന്ന സിനിമയിൽ നല്ല ഫേസ് വാല്യൂ ഉള്ള ആൾക്കാരുണ്ട്. കാരണം ബുദ്ധിമുട്ടില്ല ഇവരൊക്കെ. കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് സിനിമ മാറി. റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ തേടി ആൾക്കാർ പോയപ്പോൾ ഇന്നലകളിൽ കഥാപാത്രങ്ങളായിട്ട് അതായത് ക്യാരക്ടർ റോളുകൾ ചെയ്തുകൊണ്ടിരുന്ന പലർക്കും സിനിമ ഇല്ലാണ്ടായി. ഇത് ജനറലൈസ് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം, ഇത് അവരാ ജനറലൈസ് ചെയ്ത് വരുന്നത്. അവരുടെ പ്രശ്നങ്ങളെ സ്ത്രീ സമൂഹത്തിന്റെ മൊത്തം തലയിലേക്ക് കൊണ്ട് കിട്ടും. അല്ലല്ല, പർട്ടിക്കുലർ കേസുകൾ പറയാം. ഇപ്പോൾ കേസുകൾ പറയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ തുറന്നു പറയേണ്ടി വരുന്നത്. ഇപ്പോൾ തിലക ചേട്ടൻ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം വിനയൻ സാർ ഇത് നമ്മുടെ കോമ്പറ്റീഷൻ കമ്മിറ്റിക്ക് പോയിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷൻ കമ്മിറ്റിക്ക് പോയിട്ട് ഫൈൻ കൊടുത്തു, സംഘടനകൾക്ക് ഫൈൻ കൊടുത്തു. ഒരാളുടെ തൊഴിൽ ഇങ്ങനെ തടയാൻ പാടില്ല. അന്നാണ് നമ്മൾ കോമ്പറ്റീഷൻ കമ്മിറ്റി എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്കുന്നതും ഇങ്ങനെ കമ്മിറ്റിക്ക് ഇത്തരം സാധനങ്ങളൊക്കെ കോമ്പറ്റീഷൻ കമ്മീഷന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെ പ്രൂവ് ചെയ്യപ്പെട്ടു, അവിടെ മുതൽ ഈ സാധനം ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യപ്പെട്ടു. പക്ഷെ അതിനുശേഷം നമ്മൾ ഇതിനകത്തുള്ള ഫോളോ അപ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ഈ സ്ത്രീകളുടെ പ്രശ്നം പഠിക്കാൻ വന്നപ്പോഴാണ് ഈ ഒരുപാട് വിഷയങ്ങൾ WCC പറയുന്നത്. അത് തൊഴിൽ തടയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ സെക്ഷൽ അബ്യൂസ് എന്ന് പറയുന്നത് അതിലൊരു കാര്യമാണ്. അതായത് ഇതെല്ലാം നടക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ ഇതും ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിലാണ് വന്നത്. ചില കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൂടുതൽ കിട്ടിയേക്കാം. പിന്നെ അതൊരു ചെറിയ കാര്യമല്ല, അബ്യൂസ് നടക്കുന്നുണ്ട്. അതും തൊഴിലിന് വേണ്ടിയിട്ട് അയാൾക്ക് ശരീരം കൊടുത്താലേ നടക്കുകയുള്ളൂ എന്നാണ്. വാതിൽ മുട്ടുക എന്ന് പറയുന്നത് ഇന്ന് ട്രോളാണ്. അത്
പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന താരസംഘടനയ്ക്കെതിരാണ് വാതിൽ മുട്ടുക എന്ന് പറയുന്ന ട്രോള് ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. ഈ അവസ്ഥയിൽ വരെ എത്തുമ്പോൾ മുമ്പ് WCC പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേ അർത്ഥത്തിൽ തന്നെ ഹേമ കമ്മിറ്റി പറയുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ തെളിവുകൾ നമ്മുടെ കയ്യിലില്ല എങ്കിലും ഹേമ കമ്മിറ്റിയെ നമുക്ക് വിശ്വാസത്തിൽ എടുത്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ഈ ചേട്ടൻ്റെ അഡ്വക്കേറ്റാണ്. എനിക്ക് ഇതിനകത്ത് ഞാൻ ഭയങ്കര രസകരമായിട്ട് കേട്ട സാധനമാണ് രാത്രി വന്ന് വാതിൽ മുട്ടിയെന്ന്. വല്ല ഭിക്ഷകാരൻ ചോദിക്കാനായിരിക്കും. ഞാനിത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ വാതിലിൽ മുട്ടി ഇതൊരു ഈ മനുഷ്യന് എന്ത് ഇന്റൻഷനിലാണ് വാതിൽ മുട്ടിയെന്ന് അറിയണമെങ്കിൽ വാതിലിനകത്ത് അയാൾ കയറിയതിനു ശേഷം അയാളുടെ ആക്ടിവിറ്റിയിലൂടെ അറിയാൻ പറ്റൂ. അങ്ങനെ ഒരാൾക്കെതിരെ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടോ? എന്റെ റൂമിന്റെ രാത്രിയിൽ വന്ന് വാതിലിൽ മുട്ടി എന്ന് പറയുന്നത് ഇതൊരു തരം അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നാണ്. നമ്മൾ സിനിമയിലെ പലരെയും കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ അകത്ത് പീഡനത്തെക്കാട്ടി ഉപരി പലരും ആവശ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ കൊടുക്കാത്തവരെ അവസരങ്ങൾ നിഷേധിക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഒരിക്കലും ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇവരിപ്പോൾ ഇത് മുന്നോട്ട് വെക്കുമ്പോൾ ഇത് ആരാണ് എന്താണെന്ന് പറയാത്തടത്തല്ല ആര് വാതിലിൽ മുട്ടി. ഇപ്പം നാളെ നമ്മുടെ മുന്നിലേക്ക് മോഹൻലാൽ, മമ്മൂക്ക, സുരേഷ് ഏട്ടൻ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ആൾക്കാരും അതിൻ്റെ താഴെയുള്ളവരൊക്കെ വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനൊരു ചോദ്യം ചോദിക്കുമോ? സുരേഷ് ഏട്ടനാണോ രാത്രി പോയി വാതിലിൽ മുട്ടിയത്? ലാലേട്ടനാണോ വാതിലിൽ മുട്ടിയത്? ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ വരുമ്പം ഇത് പറയുമ്പം വാതിൽ ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ ട്രോളിൻ്റെ അല്ല, ഞാൻ ഈ ട്രോളിനെ കുറിച്ചല്ല പറയുന്നത്. ഈ ചോദ്യം ഇത് കൃത്യമായിട്ട് പറ. ആരാണ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചത്? ആർക്കെതിരെയാണ് നടപടി എടുക്കേണ്ടത്? അമ്മയുണ്ട്, ഫെഫ്കയുണ്ട്, റൈറ്റേഴ്സ് യൂണിയൻ ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ റൈറ്റേഴ്സ് യൂണിയനായിട്ട് ഫെഫ്കയുടെ ആൾക്കാരൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ്. അപ്പോൾ അവർ സംസാരിച്ചപ്പോഴും അവരും പറയുന്നത് അഖിൽ ഇത് ഇപ്പോൾ റൈറ്റേഴ്സ് യൂണിയനിൽ എത്ര പേർക്ക് വർക്ക് ഉണ്ടെന്നുള്ള കാര്യം ഇവർക്ക് ആർക്കെങ്കിലും അറിയാമോ? അതായത് സിനിമ വളരെ കുറവാണ് റൈറ്റേഴ്സ് യൂണിയനിലെ പല റൈറ്റേഴ്സിനും, ഈ പ്രമുഖരായിട്ടുള്ള പല സംവിധായകർക്കും, നിലകളിൽ ആരോപണങ്ങൾ കേട്ടിട്ടുള്ള പലർക്കും ഇത് സിനിമയില്ല. അപ്പോൾ ഇത് പരിഹരിക്കപ്പെടണം എന്ന് പറയുമ്പോൾ ഇവർ ഇന്നലകളിൽ ആരെയൊക്കെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു വെച്ചതാണോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും? അല്ല, അത് റിപ്പോർട്ട് അങ്ങനെയല്ലല്ലോ. റിപ്പോർട്ടിൽ സ്ക്രീൻഷോട്ടും പരാതി പറയുന്നതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അത് നമ്മൾ വിശ്വാസത്തിൽ എടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പിന്നെ ഇതിനെ ജനറലൈസ് ചെയ്യുമ്പോൾ ഒരു കാര്യവും പറയുന്നത് ബാക്കിയുള്ളവരൊക്കെ എല്ലാ മേഖലകളിലും ഇത്തരത്തിൽ നടക്കാറില്ലേ എന്ന് ചോദിക്കുന്ന ഒരു സാധനത്തിനെ ഇന്നലെ ജഗദീഷ് ചേട്ടൻ എതിർത്ത് സംസാരിച്ചായിരുന്നു. അങ്ങനെയല്ല നമുക്കിപ്പോൾ വേണ്ടത്. ഹേമ കമ്മിറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. പുറത്ത് അത് നടക്കുന്നുണ്ടോ, പുറത്ത് നടക്കുന്നില്ലേ, ഇത് മറ്റു മേഖലയിൽ എവിടെയാണ്, തെലുങ്കിൽ എങ്ങനെയാണ്, ഇതൊന്നും നമ്മളെ ചർച്ചാ വിഷയമല്ല. ഹേമ കമ്മിറ്റി മലയാള സിനിമയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ്. അത് പറയുന്നു, ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പം സംവിധായകൻ കൂടിയാണ് അഖിൽ. ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അഖിൽ സംസാരിക്കുമ്പോഴും ഉള്ള ഒരു ലാഘവത്വം ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സാധാരണയല്ലേ? അതായത് ചില ആൾക്കാരൊക്കെ ഇതിനെ ഉദാഹരിക്കുന്നതെന്ന് പറഞ്ഞാൽ മേശന്മാര് കല്ല് തൂക്കാൻ വരുന്ന പെൺകുട്ടികളെ ആ തരത്തിൽ ഉപയോഗിക്കില്ലേ എന്നൊക്കെ പറയുന്ന ജനറലൈസേഷൻ. ഇത് ജനറലൈസ് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഈ റൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെയും കണ്ടിട്ടില്ല ഇവർ മലയാള സിനിമയിൽ നീതി നിഷേധിക്കപ്പെട്ട ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടി സംസാരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന, ഇപ്പോൾ സംഘസംവിധാനമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ക്യാമറയിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ആർട്ട് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. തൊട്ട് മാത്രമല്ല, വളരെ രസകരമായ ഒരു സത്യം ഞാൻ പറയും. ഈ WCC ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രമുഖ നായിക തന്നെ ആണ് കാരവാനിലേക്ക് ഒരു പെൺകുട്ടി ടോയ്ലറ്റിലോട്ട് കയറാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടപ്പോൾ സമ്മതിക്കാത്തത്. ഇവർ തന്നെയാണ് മലയാള സിനിമയിൽ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അടച്ചാക്ഷേപിച്ച് സംസാരിച്ചിട്ടുള്ളതും ആ രീതി പെരുമാറിയിട്ടുള്ളതും. ഇത് സിനിമയ്ക്കുള്ളിലുള്ള എല്ലാവർക്കും ഈ റിയാലിറ്റീസ് അറിയാം. ഇവർക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടാതെ വന്ന സമയത്ത് ഇത് മറ്റുള്ള എന്തോ ഒരു മാഫിയ ആണ്. ഇത് സത്യത്തിൽ നമ്മൾ പറയുന്നത്, നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് മറ്റുള്ള മേഖല, ഇപ്പോൾ മാധ്യമ മേഖല നമ്മൾ എടുക്കാം. എത്രയോ മുതിർന്ന മാധ്യമ പ്രവർത്തകർക്കെതിരെ സ്ത്രീപീഡന പരാതികളും പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ഏറ്റവും വലിയ ചാനലിൽ തന്നെ മീറ്റു ആരോപണങ്ങളും പ്രശ്നങ്ങളും വന്നുകയും അത് ഒതുക്കി തീർക്കുകയും അതിൽ വർക്ക് ചെയ്യുന്ന ലേഡിയെ പുറത്താക്കിയെന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ ലേഡി ആ ചാനലിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കെതിരെ അവർ മീറ്റു ആരോപണം ഉന്നയിച്ച സമയത്ത് അവരെ അവിടുന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് മലയാള സിനിമയിൽ മാത്രമല്ല സമസ്ത മേഖലയിലും വരണം. ഇപ്പോൾ ടോയ്ലറ്റിന്റെ പ്രശ്നം പറഞ്ഞു, ഇന്ന് മലയാള സിനിമ സംഭവിക്കുമ്പോൾ ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് അതിന് ആനുപാതികമായിട്ട് ടോയ്ലറ്റുകളുണ്ടോ എന്ന് വെച്ചാൽ 100% ഉണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞൊരു കാര്യമാണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം എത്ര പേര് വന്നു പോകുന്നുണ്ട്. അവിടെ മതിയായ ആനുപാതികമായിട്ടുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരു 50,000-ലധികം ആൾക്കാർ ഒരു ദിവസം വന്നു പോകുന്ന സ്ഥലത്ത് ഇത്രയും ടോയ്ലറ്റുകളുണ്ടോ? അല്ലെങ്കിൽ ഒരു KSRTC ബസ് സ്റ്റാൻഡ് എടുക്കുക, അവിടെ ടോയ്ലറ്റുകളുണ്ടോ? അപ്പോൾ ഇത് പക്ഷേ അതേസമയം അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് പഴയ ഈ റിപ്പോർട്ട് ഇന്നലകളിൽ, അതായത് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു പക്ഷേ ഈ ക്യാരവാനെ കുറിച്ച് പല ആൾക്കാരും പരിഹസിക്കുമ്പോൾ ആക്ച്വലി ക്യാരവാൻ എന്തിനാണ്? ഒരു ടോയ്ലറ്റ് അതിലൊരു നായികയ്ക്കോ നായകനോ ഒരു റൂം കൊടുത്താൽ ഇപ്പുറത്ത് പബ്ലിക്കാണ്, അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് ഉപയോഗിക്കാനാണ്. പിന്നെ വീടുകൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പലപ്പോഴും വീടുകളുള്ള പ്രദേശത്തൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഇപ്പം ഒരു ബയോ ടോയ്ലറ്റുകൾ കൊണ്ടിട്ട് ആരുടെയെങ്കിലും വീട്ടിന് മുമ്പിലിട്ട് കഴിഞ്ഞാൽ വീട്ടുകാർ സമ്മതിക്കില്ല. നമ്മുടെ മലയാള സിനിമ ഷൂട്ട് എടുക്കുന്നത് പലപ്പോഴും ഔട്ട്ഡോറിലാണ്, പുറത്താണ്. ഒരു സെറ്റിൽ 500 പേര് വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ 500 പേർക്ക് നമുക്ക് ടോയ്ലറ്റ് സൗകര്യം എടുക്കാം. നമുക്ക് അവിടെ, അതായത് 100 ദിവസം ഷൂട്ട് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ പറയാം ഇതൊക്കെ ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതൊരു ക്രിയേറ്റീവ് മേഖലയാണ്. ആര് വർക്ക് ചെയ്യണം ആര് വർക്ക് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ ക്രിയേറ്റേഴ്സാണ്. കാരണം അയാളുടെ കഥാപാത്രങ്ങൾ നന്നാവണം. ഇപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാൾ സിനിമ എടുക്കുമ്പോൾ ചേട്ടാ എന്നെ എന്തുകൊണ്ട് വിളിച്ചില്ലെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ പുറത്തിറങ്ങിയിട്ട് എന്നെ ഒഴിവാക്കിയാന്ന് പറയാൻ പറ്റത്തില്ല. ഈ ക്രിയേറ്റേഴ്സ് അല്ല ഇത് തീരുമാനിക്കപ്പെടുന്നതെന്നും ഇപ്പോൾ പുറത്ത് പറയുന്ന അഭിപ്രായങ്ങളിൽ ഇപ്പോൾ നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ഒരു സിനിമയെ ബാധിക്കും. അത് ആരുടെ പേര് നന്ദി എഴുതി കാണിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോലും ഇടപെടുന്ന ഒരു നന്ദി എഴുതി കാണിച്ചില്ലെങ്കിൽ പോലും ആ സിനിമ പുറത്തു വരില്ല എന്ന രീതിയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അല്ല, ഇത് ഹിയർ ദ അതർ സൈഡ് എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ? അതായത് നമ്മൾ 2 വർഷം കേൾക്കണ്ടേ? അപ്പം ഈ 2 വർഷത്തും ഈ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഏത് മേഖലയാണെങ്കിലും ഒരു പ്രതിസന്ധി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഇതിന് വേണ്ടത് ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ജുഡീഷ്യൽ കമ്മിറ്റി വന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ ലോയറാണ് ബേസിക്കലി. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് കേട്ടിടത്തോളം കണ്ടിടത്തോളം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി അതിനെ സംബന്ധിച്ച് ഏത് മേഖലയിലാണെങ്കിലും ഒരാൾക്ക് ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടാനുള്ളൊരു അവസരം വേണം. ഇത് അവസരപ്പെട്ട ഒരു ടൈം ലിമിറ്റിനുള്ളിൽ അത് കേൾക്കാനുള്ള അവസരം വേണം. ആ ടൈം ലിമിറ്റിനുള്ളിൽ അത് കേട്ടില്ലെങ്കിൽ അത് അപ്പീൽ പോകാനുള്ള റൈറ്റ് വേണം. അപ്പം ഈ പരാതിപ്പെടുന്നതോടൊപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ, അവരെ നമ്മൾ കേൾക്കണമല്ലോ. അത് കേട്ടതിന് ശേഷം മാത്രമല്ലേ ഇതിലേതാണ് ശരി തെറ്റെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ നമ്മൾ സ്ട്രെസ് ചെയ്യേണ്ടത് ഒരു പ്രോസസ്സ് ഉണ്ടാക്കുക. ആ പ്രോസസ്സ് എല്ലാ മേഖലയിലും കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഇപ്പം ഈ മേഖലയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിക്ക് ആ മേഖലയിലൊരു പ്രോസസ്സ്, എനിക്ക് തോന്നുന്നു എല്ലാ സംഘടനയും ഇപ്പോൾ അതിലേക്ക് വന്നു കഴിഞ്ഞു. പരാതികളൊക്കെ കേൾക്കാം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എല്ലാ അസോസിയേഷനും എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ആ പ്രോസസ്സുകൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരു 80% ആൾക്കാർക്ക് ധൈര്യം വരില്ല. അവിടെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഈ സംഘടനയുടെ തലപ്പത്ത് നിൽക്കുന്നവരുടെയൊക്കെ പ്രതികരണം ലേസിനെസ് ഉണ്ടായിരുന്നു. അതിനെ പറ്റിയിട്ട് ഇന്നലെയും അമ്മയുടെ മീറ്റിംഗിൽ പത്രപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ട്, മാധ്യമപ്രവർത്തകർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ നെഗ്ലക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ആണ്. പ്രത്യേകിച്ച് വിക്ടിം ഇത് കാണുന്നുണ്ട്, വിക്ടിംസാണ് ഇത് ഫേസ് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ ഫേസ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഇതിൻ്റെ പുറത്ത് നിന്ന് ഈ കളി കാണുന്നത് പോലെയാണ്, പക്ഷേ വിക്ടിംസിന് അങ്ങനെയല്ല അത് ഫീൽ ചെയ്യുക. അപ്പം നെഗ്ലക്ഷൻ ക്യാമറയിലൂടെ കാണുന്നത് വിക്ടിമിനോട് പറയുന്ന മാതിരിയാണ്. ഇതൊന്നും ഒന്നുമല്ല എന്നുള്ള അർത്ഥത്തിൽ സമീപിക്കുന്ന ഒരു പ്രശ്നമാണ് ഇത് ആദ്യം ഫേസ് ചെയ്യുന്നത്. ഇത് തന്നെയല്ലേ ഈ WCCയുടെ രൂപീകരണത്തിന് കാരണമായതും. അങ്ങനെ ഒരു നെഗ്ലക്ഷൻ പല പ്രമുഖ സംഘടനകളിൽ നിന്നുണ്ടാകുമ്പോൾ മറ്റൊരു സംവിധാനം വേണ്ടി വന്നു. അതൊരു കമ്മിറ്റിയായി പരുവപ്പെട്ടു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ആധികാരികത നമ്മൾ നോക്കിയിട്ട് മുൻപോട്ട് പോകാനല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ജുഡീഷ്യറി ഇടപെട്ടു, ഇതിങ്ങനെയൊക്കെയാണ്, ഇതിനൊരു പ്രോസസ്സ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്ന് ജുഡീഷ്യറി പറഞ്ഞു. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ സ്വാതന്ത്ര്യ സമരം നയിച്ച ആൾക്കാർ കുറേ അനുഭവിച്ചിട്ടുണ്ട് അല്ലേ? എന്ന് പറഞ്ഞാൽ എന്തൊരു വിസിൽ ബ്ലോവേഴ്സ് എപ്പോഴും ദേ ഷുഡ് ബി റെഡി ടു ഫേസ് ഇറ്റ്. ബട്ട് ഞാൻ പറയുന്നത് അങ്ങനെ വിസിൽ ബ്ലോ ധൈര്യമായിട്ട് ചെയ്യണം. ചെയ്തു, പക്ഷേ ശരിയാണ്, എല്ലാവരും അത് നാച്ചുറൽ ആണ്. പക്ഷേ അതും കൂടെ നമ്മൾ തയ്യാറായിട്ട് വേണം നമ്മളതിന് ഇറങ്ങിത്തിരിക്കാൻ. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട്, അതൊരു സാഡാണ്, പക്ഷേ ദാറ്റ് ഈസ് ദ റിയാലിറ്റി. ഇത് നമ്മൾ ഇതിനകത്തൊരു പ്രശ്നം കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഒഴിവാക്കൽ അല്ലെങ്കിൽ ബഹിഷ്കരണം എന്നൊക്കെ പറയുന്നത് മലയാള സിനിമയിൽ മാത്രമല്ല, അത് അടിസ്ഥാനപരമായിട്ട് കയ്യിൽ അധികാരമുള്ളവൻ്റെ ഒരു ധാർഷ്ട്യത്തിൻ്റെ ലക്ഷണമാണ്. ഞാൻ വിചാരിച്ചാൽ മറ്റൊരുവനെ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാട് കാണിച്ചിട്ടുള്ള കാര്യമാണ്. മറ്റു മേഖല, ഇപ്പം ഒരു ബിസിനസ് മേഖല എടുത്തു നോക്കുക. ഇപ്പോൾ ഒരു പൈസ മുടക്കി ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരാൾ, അയാളുടെ അതിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് കരുതിയിട്ട് അയാൾക്കെതിരെ ചിലപ്പോൾ പറഞ്ഞാൽ അയാൾക്ക് ഒഴിവാക്കാൻ പറ്റുമെന്നിരിക്കും. ഇപ്പം സിനിമ ആയിക്കോട്ടെ, ഏത് മേഖല ആയിക്കോട്ടെ, ഈ മേഖലയിലൊക്കെ തന്നെ ഈ അധികാരത്തിൻ്റെ ധാർഷ്ട്യം അല്ലെങ്കിൽ അധികാരത്തിൻ്റെ, നമ്മളിപ്പം ഭരണകൂടത്തിനെതിരെ നമ്മൾ പറയുന്ന ഇതൊക്കെ തന്നെ ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഇതിനെല്ലാം ഒഴിവാക്കപ്പെടണം. പക്ഷേ ഇത് പെട്ടെന്ന് നമ്മളാരും ഒരു സംസാരിച്ചാലോ പ്രാക്ടിക്കലി ചിന്തിച്ചാലോ ഒന്നും മാറില്ല. ഇത് മാറേണ്ടത് ആരാണ്? അധികാരമുള്ളവന് തോന്നേണ്ടതാണ്. ഇതിങ്ങനെ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതാണ് ഞാൻ കുറച്ച് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇന്നലകളിലെ പവർ ഗ്രൂപ്പ് ഇന്ന് പവറില്ലാത്ത ഗ്രൂപ്പാണ്. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ ഹിറ്റുകൾ സമ്മാനിച്ച ഉദയകൃഷ്ണ എന്ന് പറയുന്ന ഒരു റൈറ്റർ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, അദ്ദേഹത്തെ വലിയ രീതിയിൽ പരിഹസിക്കപ്പെടുന്ന ഒരു റൈറ്ററാക്കി ഇവിടുത്തെ സോഷ്യൽ മീഡിയ മാറ്റിയെടുത്തു. അദ്ദേഹത്തിന് ഒരു കാലഘട്ടത്തിൽ വലിയ പവർ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് സിനിമ ചെയ്യണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിൽ വലിയ വിഷമിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ പുള്ളി കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും അദ്ദേഹം ഈ പരിഹാസം കേൾക്കേണ്ടി വരുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാരും, ഞാൻ പറഞ്ഞത് സിനിമയിൽ തന്നെ നിലനിൽക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്, സിനിമ എന്ന് പറയുന്ന വ്യവസായം തന്നെ ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്തിടെ ആൻഡോ ചേട്ടൻ എന്നോട് പറഞ്ഞു, 22-23 സിനിമകൾ ഒരു മാസം രജിസ്റ്റർ ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്നും 4-5 സിനിമയായിട്ട് സിനിമ കുറഞ്ഞു. കാരണം ഇവിടുന്ന് റിട്ടേൺ കിട്ടുന്നില്ല. ആരോ ഒരുവൻ എവിടുന്നോ കുറേ പണം സമ്പാദിച്ചുകൊണ്ട് വരുന്നു, സിനിമയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, റിട്ടേൺ കിട്ടുന്നില്ല. ഇതിൻ്റെ ഒപ്പം ഈ പുന്ന കൂട്ടത്തിൽ
പിന്നെ പറയില്ല ഈ അവസരം നിഷേധിക്കപ്പെടുന്ന കുറച്ച് ആൾക്കാർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. പക്ഷെ അതിന് മുമ്പ് ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഉദയകൃഷ്ണന്റെ കാര്യം പറയുന്ന ഉദാഹരണം പറഞ്ഞു. ഉദാഹരണം അതേപോലെ പറയുന്ന പലരും, സമയത്ത് പല പ്രമുഖരും അങ്ങനെ അല്ലാതെ തന്നെ ഇപ്പോൾ സിനിമ അഭിനയിക്കാതെ തന്നെ സിനിമയിൽ താരസംഘടനയോ മറ്റോ നോക്കി നടത്തി നിൽക്കാൻ പറ്റുന്നവരോ ഇല്ലേ? അപ്പൊ അവർക്ക് പവർ ഇല്ലേ? പവർ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഇടവേള ബാബു ചേട്ടന് ആരോപണം വന്നു. ഇപ്പൊ ഇന്ന് അദ്ദേഹം തലപ്പത്തില്ല. രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ആരോപണം വന്ന സമയത്ത് ആ ആരോപണം ഉന്നയിച്ച ആൾ പറഞ്ഞത് ഞാൻ കേട്ടത്, മലയാള സിനിമ അമ്മ അസോസിയേഷൻ അംഗത്വം എടുക്കണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നവർക്ക് അംഗത്വം കൊടുക്കും എന്ന രീതിയിലാണ് പറഞ്ഞത്. ആക്ച്വലി ഇത് അമ്മയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും എതിരെയുള്ള ഒരു ആക്ഷേപമല്ലേ? ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് മാനസികമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നേരിട്ടുണ്ടാവേക്കാം. അപ്പോൾ അവർ ചെയ്യേണ്ടത് ആ ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഇപ്പം ഹേമ കമ്മീഷൻ വന്നപ്പോൾ അവർക്ക് പറയാനുള്ള ധൈര്യമുണ്ടായി. ഈ ധൈര്യം നിയമപരമായിട്ട് ഒരാൾക്കെതിരെ മൂവിയെ കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ആ അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ട് അതിനെ നേരിടുക. അതേസമയം എനിക്കാണ് ആ ബുദ്ധിമുട്ടുണ്ടായതെന്നേ പറയാമോ. എനിക്ക് അമ്മയിൽ അംഗത്വം എടുക്കാൻ വന്ന സമയത്ത് ആ ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ അമ്മയിൽ അംഗത്വം എടുക്കുന്നവരൊക്കെ ഇങ്ങനെയാണ് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും പ്രശ്നം അങ്ങനെ കുറെ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പം സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ മക്കളെ വഴങ്ങി കൊടുക്കാൻ തയ്യാറാവുന്നുണ്ടെന്ന് പറഞ്ഞു. എത്രയോ നല്ല രീതിയിൽ ഇപ്പം എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള നായിക പെൺകുട്ടിയുണ്ട്. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആദ്യം എന്നെ റിക്വസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അമ്മയാണ്. നാളെ ഒരു സമയത്ത് അതിൻ്റെ അമ്മ ഇത് കേൾക്കുമ്പോൾ അവർക്ക് വിഷമം ഉണ്ടാവില്ലേ? അല്ല, ഇത് കുഴപ്പം, ഇത് ജനറലൈസ് ചെയ്താ പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എല്ലാവരും അപമാനിതരാകുകയാണ്. ഇത് ആരാ പറഞ്ഞത്? ഇതിപ്പോൾ ഇത് കേവലം ഒരു അഖിൽമാരോ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റോ ഏതെങ്കിലും ഒരു യൂട്യൂബറോ വിളിച്ചു പറഞ്ഞതല്ല. ഇതൊരു ജസ്റ്റിസ്, ഒരു റിട്ടയർഡ് ജസ്റ്റിസ് അവരുടെ അന്വേഷണത്തിൽ നിന്ന് അവർ കണ്ടെത്തിയിട്ട് പറയുന്നത് അവിടെ ഇവിടെ ഊഹാപോഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഇന്നലകളിൽ നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു മാറ്റർ ഒരു റിപ്പോർട്ടിനടുത്ത് എടുത്തു വെച്ച് അവതരിപ്പിക്കുന്നു. ആർക്കെതിരെയും ഒരു പരാതികളും കാര്യങ്ങളും നമ്മുടെ മുന്നിലേക്ക്, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഒരു പേരുകളും നമ്മുടെ മുന്നിലേക്ക് എത്തുന്നില്ല. ആരെ ഉപദ്രവിച്ചു, ഏത് സെറ്റിൽ ഉപദ്രവിച്ചു, അവിടുന്ന് ഇവിടുന്നും കേൾക്കുന്ന കുറേ ഊഹാപോഹങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഒരു വലിയ വ്യവസായത്തെ കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ അത് ആരെയൊക്കെ സംരക്ഷിക്കാനാണ് ഇവർ തീരുമാനിച്ചെങ്കിൽ ഞാൻ പറയാൻ പുറത്തു വിടണം. അങ്ങനെ ആരെയും സംരക്ഷിക്കേണ്ട. ഗവൺമെന്റിന് ആരെങ്കിലും ഇത്രയും ഗുരുതരമായ ഒരു പ്രശ്നം ഗവൺമെന്റിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ ഗവൺമെന്റിന് അതിനകത്ത് കാര്യങ്ങൾ ഗൗരവകരമാണ് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടിക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഒരാളത് ചെയ്യൂ. ഞാൻ സെയിം കാര്യം പറഞ്ഞു. ഇപ്പം ഞാൻ മുൻപ് ബിഗ് ബോസിലെ ഓഡീഷനിൽ ചില പെൺകുട്ടികൾക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പലരും എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞെന്നറിയോ, നാളെയിൽ ഒരു കുട്ടിക്ക് ധൈര്യമായിട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക. ഇത് മാത്രമാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ കാര്യം. അതേ കണക്ക് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് വന്ന സമയത്ത് ഇനി സിനിമയിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് ധൈര്യപൂർവ്വം വിളിച്ചു പറയാനുള്ള ഒരു ധൈര്യമാണ് നമ്മൾ പൊതുസമൂഹം ഇവർക്ക് പകർന്നു കൊടുക്കുന്നത്. അതിന് കുറച്ചും കൂടെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ധൈര്യം കുറവുണ്ട്. എവിടെയാണെന്നറിയോ, ഗവൺമെൻറ് ഇത് വീഴ്ത്തി വെച്ചില്ലേ. ഇപ്പം ഗവൺമെൻറ് ഈ പറഞ്ഞ വേട്ടക്കാരെ സംരക്ഷിച്ചു എന്നൊരു തോന്നൽ ഇന്ന് ജനങ്ങൾക്കിടയിലുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി വിചാരിക്കണം, നാളെ ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇതേ കണക്ക് ചെയ്താൽ ഞാൻ അവസാനം ഒറ്റപ്പെട്ട് പോവുകയും ചെയ്യും. ഗവൺമെന്റ് അല്ലാതെ ഇൻഫർമേഷൻ കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത്. സർക്കാരിന് അതിന് താഴെയാണോ ഇൻഫർമേഷൻ കമ്മീഷൻ? വിവരാവകാശ രേഖ പ്രകാരം രേഖ കിട്ടാനല്ല, ആ രേഖ പ്രകാരം വെട്ടിക്കളഞ്ഞിട്ടാണ് കിട്ടിയേക്കുന്നത്. വിവരാവകാശ രേഖയിൽ എന്ത് കൊടുക്കണം കൊടുക്കണ്ട എന്നുള്ള തീരുമാനം ഇവർ എടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പേരുകളെല്ലാം ഒഴിവാക്കിയിട്ട് ആ രേഖയെ നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അതിന് മുകളിലാണ് ഗവൺമെന്റ്. ഈവൻ ഹേമ കമ്മിറ്റിക്ക് മുകളിലാണ് ഗവൺമെന്റ്. കാര്യം ഇതൊരു കമ്മീഷൻ മാത്രമാണ്, അതിന് മുകളിലാണ് ഗവൺമെന്റ്. കമ്മീഷൻ കൊടുത്തേക്കുന്ന റിപ്പോർട്ട് സുപ്രീം കോടതി പറഞ്ഞേക്കുന്നത് പെൺകുട്ടികളുടെ പേരോ സ്ഥലമോ, പണ്ട് നമ്മൾ സൂര്യനെല്ലി പെൺകുട്ടി എന്ന് പറയും. ഇപ്പം സൂര്യനെല്ലിയിലുള്ള ഒരു പെൺകുട്ടി എന്ന് നമുക്കറിയാം, പെൺകുട്ടിയുടെ പേര് നമുക്കറിയത്തില്ലെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയും പറയാൻ പറ്റത്തില്ല. സുപ്രീം കോടതിയുടെ പുതിയത് പ്രകാരം ഒരു കാരണവശാലും ഇത് ഇരയാക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയുടെ പേരോ സ്ഥലമോ സാഹചര്യങ്ങളോ അവരിലേക്ക് എത്തുന്ന ഒന്നും നമ്മൾ പറയണ്ട, നമുക്കൊന്നും പറയണ്ട. പക്ഷെ ആരൊക്കെയാണ് മലയാള സിനിമയിലെ വേട്ടക്കാരെന്നുള്ള കാര്യത്തിൽ ഒരു പുറത്തുവിടണ്ടേ?